ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നെക്ക് വൈഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. ഒരു ഡ്രസ്സിന് നോർമലായിട്ട് എത്ര നെക്ക് നമുക്ക് കൊടുക്കാം, മാക്സിമം നമുക്ക് എത്ര വൈഡ് കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ഈ ക്ലാസ് നോക്കാം. ഞാനീ പറയുന്ന കണക്കുകളൊക്കെ നിങ്ങൾ ഒന്നീ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നെക്ക് വൈഡ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടമല്ല, അത് വരുന്ന കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ. അതല്ലാതെ ഈ വരുന്ന വ്യക്തികൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നെക്ക് വെച്ചോ, നോർമൽ നെക്ക് മതി, അല്ലെങ്കിൽ മാക്സിമം വൈഡ് വെച്ചോ എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ എത്ര വരെ നമുക്ക് വെക്കാം. അതേപോലെ തന്നെയാണ് നെക്ക് വൈഡ് എത്ര കൂട്ടിയെന്ന് പറഞ്ഞാലും ഷോൾഡർ ഒരിക്കലും ഊരിപ്പോകില്ല. ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ മാത്രമേ ഷോൾഡർ ലൂസായി പോകത്തുള്ളൂ. അതേപോലെ തന്നെ ഞാനീ പറയുന്ന കണക്കുകൾ നിങ്ങൾ തുണിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ച് മാത്രമേ തുണിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നെക്ക് വൈഡ് മാക്സിമം എത്ര കൊടുക്കാം, നെക്ക് വൈഡ് നോർമലായിട്ട് എത്ര കൊടുക്കാമെന്ന് നോക്കാം. 26-നും 29 ഇഞ്ചിനും ഇടയ്ക്കുള്ള മെഷർമെൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് നെക്ക് വൈഡ് നോർമലായിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഒരുപാട് വൈഡും അല്ല, എന്നാൽ ഒരുപാട് ഒതുങ്ങിയതും അല്ല, നോർമലായിട്ടുള്ള നെക്ക് വൈഡാണ്. ഇനി ഇതിൽ തന്നെ മാക്സിമം നമുക്ക് എത്ര കൊടുക്കാൻ നോക്കാം. മാക്സിമം വൈഡായിട്ട് നമുക്ക് 26 ഇഞ്ചിനും 27, 28, 29 ഇത്രയും വരുന്ന നെക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വൈഡ് എന്ന് പറയുന്നത് 2.5 ഇഞ്ച് വരെയാണ്. ഈ ഒരു നോർമലും മാക്സിമവും ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ ഒരു അളവിനകത്തുള്ള ആൾക്കാർ ഈ ഒരു മെഷർമെൻറ്റ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളിത് ചെയ്ത് കൊടുക്കരുത്. അവരുടെ അഭിപ്രായം കൂടി, കസ്റ്റമറുടെ അഭിപ്രായം കൂടി നിങ്ങൾ പരിഗണിക്കുക. എന്നിട്ട് നിങ്ങളോട് നോർമൽ മതി, മാക്സിമം എന്നൊക്കെ പറയുന്നവർക്ക് നിങ്ങൾക്ക് ഇതേ സെയിം വൈഡ് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 2 ഇഞ്ചാണ് ഞാനീ പറഞ്ഞത്, നിങ്ങൾ 1.25 ഇഞ്ചാണ് തുണിയിൽ മാർക്ക് ചെയ്യേണ്ടുള്ളത്. തയ്ച്ച് വരുമ്പോൾ ഉള്ള റെഡി അളവാണ് ഈ 2 ഇഞ്ച് 2.5 ഇഞ്ച് എന്നൊക്കെ ഞാൻ പറയുന്നത്. ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. അതേപോലെ 30 ഇഞ്ചിന് 34 ഇഞ്ച് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട 2.5 ഇഞ്ചാണ്. അതായത് 30, 31, 32, 33, 34 ഈ അളവുകളാണ്. 30 മുതൽ 34 വരെയുള്ള അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. തയ്ച്ച് വരുമ്പോൾ 2.5 ഇഞ്ച് കിട്ടും. മാക്സിമം വൈഡ് വരുന്നത് 3 ഇഞ്ച്. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ മാർക്ക് ചെയ്യേണ്ട രീതി നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. 35-നും 40 ഇഞ്ചിനും ഇടയ്ക്കാണെങ്കിലോ 35, 36, 37, 38, 39, 40 3 ഇഞ്ച് നോർമൽ വൈഡും 3.5 ഇഞ്ച് മാക്സിമം വൈഡും. 41, 44 ഇഞ്ചിന് ഇടയ്ക്കാകുമ്പോൾ 3.25 ഇഞ്ച് നോർമൽ വൈഡ്, 4 ഇഞ്ച് മാക്സിമം വൈഡ്. ഇതൊന്നും ഊരിപ്പോകില്ല കേട്ടോ. നിങ്ങളിത് ഭയങ്കര വൈഡാണെന്നൊന്നും ചിന്തിക്കേണ്ട, ഊരിപ്പോകില്ല, ഉറപ്പാണത്. നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചല്ല നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കേണ്ടത്. നെക്ക് വൈഡ് എത്ര കൂട്ടിയാലും ഷോൾഡർ ഊരിപ്പോകത്തില്ല. നമ്മൾ നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ച് വേണം ഷോൾഡർ കുറച്ച് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡർ കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കണം. 45-നും 50 ഇഞ്ചിനും ഇടയ്ക്കാണ് വരുന്നതുണ്ടെങ്കിൽ 3.5 ഇഞ്ച് നോർമൽ വൈഡും 4.25 ഇഞ്ച് മാക്സിമം വൈഡും കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണക്ക് നിങ്ങൾ എഴുതി സൂക്ഷിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഒരു കണക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കസ്റ്റമറോട് ചോദിക്കാൻ മറന്നു പോകരുത്. കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വൈഡ് കൊടുക്കുക, അവരുടെ താല്പര്യത്തിനനുസരിച്ച് വേണം വൈഡ് കൊടുക്കാൻ. നമുക്കത് കണ്ടിട്ട് അവരഥവാ നമുക്ക് വൈഡ് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരിട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് കാണുമ്പോൾ അറിയാമല്ലോ അവരുടെ കഴുത്തിറക്കവും കഴുത്തകലവും നെക്ക് വൈഡ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാണുമ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടുമല്ലോ. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുക. അടുത്ത ആം ഹോൾ ക്ലാസ്സുമായിട്ട് വരും. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.